ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും റൂബി സി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ സോഫ്റ്റുമാണ്, അതുപോലെ നല്ല ഗ്ലേസിങ്ങും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ആരും മിസ്സാക്കരുത്. ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് സമയാസമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അത് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിം ഇട്ട് കൊടുത്തു. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ സിമ്മിലേക്ക് ആക്കി കൊടുത്തിട്ട് പതുക്കെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ നമ്മളിത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ലോവിലി നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ സിറപ്പ് ചെറുതായിട്ടൊന്ന് കെട്ടാൻ ചാൻസ് ഉണ്ട്. അത് പേടിക്കേണ്ടത്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും മെൽറ്റായി ഒന്ന് സിറപ്പ് ആയിക്കോളും. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മളുടെ കാരമൽ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേക്കിലേക്ക് ആവശ്യമായിട്ട് 3 ഇടത്തരം ക്യാരറ്റ് എടുത്തിട്ട് അത് നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാകും. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. കാരണം ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ ആക്കി കിട്ടും. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒന്നൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഞാൻ 3 കളേഴ്സ് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂസ് ക്രഷ് ചെയ്തത് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് മൈദയുടെ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ താഴ്ന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിതവിടെ മാറ്റി വയ്ക്കാം. ഈ ടൈമിൽ നമ്മൾക്ക് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. അപ്പോൾ അത് 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് ഹീറ്റ് ആവട്ടെ. ഇനി നമ്മൾക്ക് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
അതൊരു 1/4 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. അതായത് 3/4 എന്ന് പറഞ്ഞ കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 1/4 കപ്പിലും ഒരു ടേബിൾ സ്പൂണോടെ കൂടുതലായിട്ടുള്ള അളവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബീറ്റർ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇത് ബീറ്റർ ഇല്ലെങ്കിലും മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മളുടെ ഈ മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് മൈദയുടെ മിക്സ് കുറച്ചായിട്ട് ഇട്ടിട്ട് കട്ട കെട്ടാതെ പതുക്കെ ഇതൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളിതുപോലെ സ്ലോവിൽ മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മൈദയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് ഫുള്ളായിട്ട് വേണമെന്നില്ല, കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അതും ഒരു സ്ലോലി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാറ്റർ കുറച്ച് തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഒഴിച്ച് കൊടുത്ത് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ബാറ്റർ ഒരുപാട് അങ്ങ് തിക്കായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ കുറച്ചൊന്നൊരു ലൂസാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയുടെ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ടിൻ കുറച്ച് എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ്. അതിലേക്ക് ഈ ഫുള്ളായിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പാൻ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ കേക്ക് ബാറ്റർ മാറ്റാം. എന്നിട്ട് ഇത് നല്ലപോലെ അടിച്ച് മൂടി ഒരു 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് നോക്കാം റെഡിയായെന്ന്. നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോഴാണ് ഞാൻ കുറച്ച് കാഷ്യൂസും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു 10 മിനിറ്റോടെ ഒന്നുകൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ നമുക്കൊരു സ്ക്യൂർ ഉപയോഗിച്ച് ഞാനിതിപ്പോൾ കുത്തി നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ആ സ്ക്യൂറിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല കളറും കാരമൽ ചെയ്തപ്പോൾ നല്ല ഗ്ലേസിങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് നിങ്ങൾ റെഡിയാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് ഇങ്ങനെ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ഫാമിലിയുടെയും വക ക്രിസ്മസ് വിഷസ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ക്രിസ്മസൊക്കെ ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.